എല്ലാ കാലത്തും അവിടുത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അവിടുത്തെ പ്രചരണവും ആ ശൈലിയോട് കൂടി തന്നെയാണ്. ഒറ്റ കാര്യമോട് ഞാൻ പറയാം, ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ 4 പേരാണല്ലോ പാർട്ടി വിട്ടത്. ഒന്ന് പിന്നെ ടി കെ ഗോവിന്ദൻ, ഒന്ന് കുഞ്ഞികൃഷ്ണൻ, ജി സുധാകരൻ, ഇപ്പം ഐഷ പൊറ്റി. ഈ 4 പേരല്ലാതെ വേറെ ആരാ പാർട്ടി വിട്ടെ? ഈ 4 പേർക്ക് സീറ്റിന് വേണ്ടിയിട്ട് പാർട്ടി വിട്ടതാണ്. 4 പേര് സീറ്റ് മത്സരിക്കുന്നു. അല്ലെങ്കിൽ പറയണം അതോട് ചേർത്ത് വെക്കാൻ പറ്റില്ല. ഓക്കെ, CPM-ന് ഒരു സംഘടനാ സംവിധാനമുണ്ട്. അപ്പോൾ ആ പാർട്ടിയിൽ ഒരു വിയോജിപ്പുണ്ട് എങ്കിൽ അത് ആ പാർട്ടിക്കുള്ളിൽ ഉന്നയിക്കണമെന്നതാണ് CPI വ്യക്തമാക്കുന്നത്. നേരത്തെ ആയിക്കോട്ടെ, അത് പാർട്ടിക്കുള്ളിൽ പറയണമായിരുന്നു. പാർട്ടിക്കുള്ളിൽ പറഞ്ഞത് പാർട്ടിയുടെ മേൽഘടകങ്ങളിൽ അറിയിച്ച് വേണ്ട നടപടികളുമായി മുന്നോട്ട് പോകണം. അല്ലാതെ വാർത്താ സമ്മേളനം നടത്തി സ്ഥാനാർത്ഥിയാവുകയല്ല. പ്രശ്നം അറിയോ? പാർട്ടിക്കുള്ളിൽ പറഞ്ഞു. പാർട്ടി പറയുന്നത് എന്താ? ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ പറയുന്നത് കള്ളക്കണക്കാണെന്നാണ്. അത് വിശ്വസിച്ചില്ല. പാർട്ടി പറയുന്നതല്ല ശരി, കുഞ്ഞികൃഷ്ണൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയനെയും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കിയ പാർട്ടിയാണ് CPM. എന്നിട്ട് നേരെ അവർ പുറത്തു വന്ന് ഈ പാർട്ടിയെ പറയുകയല്ല ചെയ്തത്. പാർട്ടി അച്ചടക്കം അഴിമതി കാണിക്കൂ, നിങ്ങൾ ആ ചട്ടക്കൂടിൽ നിന്ന് അഴിമതി കാണിക്കൂ. അതാണ് അതിന്റെ സന്ദേശം. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ സന്ദേശം അതാണ്. നമുക്ക് പക്ഷേ കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥി ആയിരുന്നില്ലായിരുന്നുവെങ്കിൽ, അതായത് ടിക്കറ്റിൽ മത്സരിച്ചില്ലായിരുന്നു. പക്ഷേ ഈ ആരോപണം ഇദ്ദേഹം മത്സരിച്ചുകൊണ്ട് എന്ത് മാറ്റം അവിടെ ഉണ്ടാവുക? ഇദ്ദേഹം മത്സരിച്ചുകൊണ്ട് എന്ത് മാറ്റം ഉണ്ടാവും? ഒരു പാർലമെന്റ് ജനാധിപത്യത്തിൽ ഒരു പാർട്ടി മത്സരിച്ച് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രതിഷേധത്തിന് വേണ്ടി മത്സരിക്കാൻ ട്രെൻഡ് നോക്കാം. കഴിഞ്ഞ ഇവിടെ 49,780 വോട്ടിന്റെ 50,000 വോട്ടിന്റെ ലീഡ്. ഇത്തവണ എങ്ങനെയായിരിക്കും ജയസാധ്യത നോക്കാം, പരിശോധിക്കാം. മധുസൂദനൻ വിജയിക്കുമെന്നുള്ളതാണ്. 50,000 വോട്ടിന്റെ ലീഡ് പ്രാവശ്യം. പുനർനിർണയത്തിന് ശേഷം എഴുതി വെച്ചോളൂ, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ലീഡ് അവിടെ കൂടും. എഴുതി വെച്ചോളൂ, മുഴുവൻ എഴുതി വെച്ചോളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 32,000 വോട്ടിന്റെ ലീഡ്. 30,000 വോട്ട് കിട്ടും. 30,000 വോട്ടിൽ ടി എം മധുസൂദനൻ അവിടെ ജയിക്കും. നിങ്ങളുടെ 50 വെറുതെയാ, പാഴ്ക്കണക്കാ. മറ്റാരുണ്ട് LDF അല്ലാതെ?